ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് കട്ട് ചെയ്യാനായിട്ടാണ് UAE ഇപ്പം ശ്രമം നടത്തുന്നത്. ഇതെങ്ങനെയാണ് ഇവർക്ക് വരും ദിവസങ്ങളിൽ ഒരു വലിയ തിരിച്ചടിയായിട്ട് ആയി മാറുക? ഇത് ഏത് രീതിയിലാണ്, ഏത് വിധത്തിലാണ് ഈ ഒരു ഷാഡോ നെറ്റ്വർക്ക് എന്നാണ് ഇവരിപ്പം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സ് ഇവർക്ക് വരുന്ന പല രാജ്യങ്ങളിൽ നിന്നായിട്ട് ഇവർക്ക് വരുന്നു എന്നുള്ളതാണ്. അത് UAE അടക്കം ആക്രമിക്കാനായിട്ട് ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആ സാമ്പത്തിക ശക്തി കൊണ്ട്. അതിനെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? ദശകങ്ങളായിട്ട് അമേരിക്കയുടെ ഉപരോധങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ നിഴൽ കമ്പനികൾ, ഷാഡോ കമ്പനികൾ, അതുപോലെ അവരുടെ ബെനാമികൾ, അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇതെല്ലാം ഗൾഫിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന, യഥാർത്ഥത്തിൽ ഇറാൻ ദുബൈയോട് കാണിക്കുന്നത് വലിയ നന്ദികേടാണ്. കാരണം ഇറാൻ നിലനിൽക്കുന്നത് ഈ പറയുന്ന വ്യാജ കമ്പനികൾ, അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ അസറ്റുകൾ, ഫ്രണ്ട് ലൈൻ കമ്പനികൾ, ബിനാമി കമ്പനികൾ, ഇവരാണ് ഇറാന് വേണ്ട വിദേശ നാണ്യം. അവർക്ക് ഒരിക്കലും മാർക്കറ്റിൽ നിന്ന് വേണ്ട ഒരു നേരായ മാർഗത്തിൽ വിദേശ നാണ്യം കിട്ടത്തില്ല. ആ വിദേശ നാണ്യം കിട്ടിയില്ലെങ്കിൽ ഇറാനിലെ പെട്രോ കെമിക്കല്, മെറ്റൽ കമ്പനികൾ, ഇതിനൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അന്യരാജ്യങ്ങളുമായിട്ട് ഇടപാട് നടത്തേണ്ടതാണ്. ഇവിടെയൊക്കെ ഈ ഗൾഫിൽ ഉടനീളം ഉള്ള, പ്രത്യേകിച്ച് UAE-യിൽ, ആ UAE-യിൽ തന്നെ പ്രത്യേകിച്ച് ദുബൈയിൽ, ഇവിടെയുള്ള കമ്പനികളുടെ ആണ് ഈ ഇറാന്റെ തന്നെ നിലനിൽപ്പിന്റെ സ്രോതസ്. ഈ നിലനിൽപ്പിന്റെ സ്രോതസ്സിൽ എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഒരു വലിയ പങ്ക് വഹിക്കുന്നു. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിലെ ഷിയ ഭരണകൂടത്തെ, തിയോക്രാറ്റിക് ഭരണകൂടത്തെ, അവരുടെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സൈന്യത്തിന്റെ വിഭാഗമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ എന്ന് പറയുന്ന IRGC. ആ IRGC എന്ന സൈനിക ഘടകം നിലനിൽക്കുന്നത് തന്നെ ഈ രീതിയിലുള്ള ഈ ബെനാമി കമ്പനികളിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വരുമാനം, അതാണ് അതിൻ്റെ ഒരു മുഖ്യ സ്രോതസ്. ഇതുപയോഗിച്ചാണ് അവർ പുറത്തു നിന്നും, ഇപ്പം റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങണമെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇറാനിയൻ റിയാൽ കൊടുത്തിട്ട് ആയുധം വാങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ രഹസ്യമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ, ഇപ്പോൾ ജർമ്മനിയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ അവർ ആയുധം വാങ്ങാം. അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡുവൽ പർപ്പസ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങാം. ഒരേ സമയം ആയുധത്തിന് ഉപയോഗിക്കാം, അല്ല സിവിലിയൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന. ഇതൊക്കെ വാങ്ങണമെങ്കിൽ ഇപ്പം യൂറോ വേണം, ഡോളർ വേണം. പക്ഷേ ശരിയായ രീതിയിൽ യൂറോയോ ഡോളറോ കിട്ടാൻ ഒരു മാർഗവുമില്ല. പിന്നെ എങ്ങനെയാണ് ഇത് എടുക്കുന്നത്? ഈ പറയുന്ന ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ്, അതായത് ഈ മുൻനിര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ബിനാമി വ്യക്തികൾ, പിന്നെ ഈ ഒരുമാതിരി കള്ളക്കടത്ത് പോലുള്ള സംഘങ്ങൾ, നമുക്കറിയാം മലയാളികൾ ഉൾപ്പെടെ ഇതിനകത്തിൽ വലിയ രീതിയിലുണ്ടെന്നാണ്. പല മലയാളികളും അപ്രതീക്ഷിതമായിട്ട് ഈ എണ്ണ കച്ചവടത്തിലുള്ള ഒരു വലിയ പണക്കാരാവുകയും പിന്നീട് ഇതിൽ ചിലരെങ്കിലും ആത്മഹത്യ ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ പല രീതിയിൽ ഈ ഷാഡോ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ഈ വിദേശ ചാര സംഘടനകൾ പലപ്പോഴും പറയുന്നത്. അപ്പോൾ പലപ്പോഴും ഗൾഫിലെ ഈ ഒരു രാജ്യം തന്നെ ഈ പറയുന്ന കള്ളക്കടത്ത് നടത്തുന്ന ഒരു സ്ഥിതിയാണ്. അല്ലെങ്കിൽ ഈ ഇല്ലീഗലായിട്ടുള്ള, നിയമവിരുദ്ധമായിട്ടുള്ള പണമിടപാടുകൾ നടത്തുന്നു. ഈ പണമിടപാടുകളെ ഇപ്പൊ UAE ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഗൾഫിൽ ഉടനീളം നടത്തുന്ന ഒരു ക്രാക്ക് ഡൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ സ്ഥാപനങ്ങളെ മേലുള്ള നടപടികൾ നിമിത്തം ഏതാണ്ട് 600 തൊട്ട് 800 ബില്യൺ ഡോളർ വരെയുള്ള ഇടപാടുകൾ മരവിപ്പിക്കുകയും ഇത്തരം പല സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഈ UAE-യിൽ തന്നെ ഈ ചേഞ്ചർമാർ, അതായത് മണി എക്സ്ചേഞ്ചുകൾ, നമ്മളിപ്പം അവിടെ പോയിട്ട് നമുക്കറിയാം, നമ്മളിപ്പം മണി എക്സ്ചേഞ്ചുകളിൽ പോയിട്ടാണ് നമുക്കിപ്പോൾ ഡോളർ വാങ്ങണം. നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് രൂപ, അല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തെ പണം ഇന്ത്യയിലേക്ക് അയക്കണമെങ്കിൽ മണി എക്സ്ചേഞ്ചിൽ പോയിട്ടാണ്. അത്തരം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട മണി എക്സ്ചേഞ്ചുകൾക്ക് കർശനമായ പലതും മണി എക്സ്ചേഞ്ചുകൾ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ്. പല മണി ചേഞ്ചേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ IRGC ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ IRGCയുടെ അസോസിയേറ്റഡ് കമ്പനികൾ നടത്തുന്ന, അതായത് മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട്. അവിടെ പുറത്തുനിന്ന് നോക്കിയാൽ സാധാരണ കമ്പനി ആയിരിക്കും, പക്ഷെ അവർ നടത്തുന്ന ഇടപാടുകൾ ഇറാന് വേണ്ടിയിട്ടായിരിക്കും. ഒരു ലാഭവിഹിതം ഇവർക്കും കിട്ടും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മലയാളികൾ
ധാരാളം മലയാളികൾ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പൂട്ട് വീഴുകയാണ് അവിടെ. അത് പിന്നെ ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ വന്ന് പിന്നെ പ്രവർത്തിച്ച് ഗൾഫിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അമേരിക്കയുടെ സാങ്ഷൻസിനെ മറികടക്കുന്ന ഇറാൻ ഗൾഫ് രാജ്യങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നതിനുള്ള അവരുടെ ഒരു രോഷമാണ് ഈ ഇത്തരം കമ്പനികൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ പിന്നെ UAE തീരുമാനിച്ചതും അല്ലെങ്കിൽ സൗദി തീരുമാനിച്ചതും ഖത്തറും ബഹ്റൈനും തീരുമാനിച്ചതിൻ്റെ ഒക്കെ പിന്നിൽ. അപ്പോൾ IRGCയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ അവരുടെ നിലനിൽപ്പിന് ആധാരമായുള്ള സാമ്പത്തിക സ്രോതസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അവരുടെ ലൈഫ് ലൈൻ തന്നെ കട്ട് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഇവിടെ മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഇറാന്റെ ഫ്രീ സോണുകളിൽ, ക്ഷമിക്കണം, UAEയുടെ ഫ്രീ സോണുകളിൽ ധാരാളം ഇറാൻ കമ്പനികൾ അല്ലെങ്കിൽ വ്യാജ ബിനാമി ഇറാൻ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഓണർഷിപ്പ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാനോ ഗൾഫിലോ അല്ലാത്ത മൂന്നാമതൊരു രാജ്യത്ത്, പാകിസ്ഥാനികളാകാം, പിന്നെ മലയാളികളൊക്കെ ആവാം, ഇവരൊക്കെ ആയിരിക്കും ഓണർമാർ. അപ്പം ഇതിൽ ഒരു സുതാര്യതയില്ല. അവിടുത്തെ ദുബൈയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ബിസിനസ്സുകാരെ വളരെയധികം സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം ആൾക്കാരെ ഇപ്പം ഇന്ത്യയിൽ വന്ന് ഇങ്ങനൊരു ബിസിനസ് നടത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത്തരം റെയ്ഡുകൾ നടക്കും, എൻഫോഴ്സ്മെന്റ് ED റെയ്ഡ് നടക്കും, ഇൻകം ടാക്സ് റെയ്ഡ് നടക്കും. ഒരുപാട് ആൾക്കാർ, ബിനാമികൾ ഇവിടെയും ഉണ്ട്. പക്ഷേ എങ്കിലും അവർക്ക് കാലാകാലങ്ങളിൽ പൂട്ട് വീഴുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരു വലിയ സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനം ഒരു സുപ്രഭാതം കൊണ്ട് അവർ വലുതായി, അതേപോലെ മറ്റൊരു സുപ്രഭാതം കൊണ്ട് അവർ ഇല്ലാതാവുകയും ചെയ്തു. ഈ ദുബൈയെ പോലുള്ള രാജ്യങ്ങളിൽ ഇവർക്ക് താരതമ്യേന പിന്നെ ഭയരഹിതമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. കാരണം ഇത്തരം പിന്നെ ടാക്സ് അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ബിനാമി ഇടപാടുകളെ സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ വളരെ കുറവായിരുന്നു. പണ്ടൊന്നും നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൊണ്ട് പൈസ അയച്ചാലൊക്കെ നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് എവിടുന്ന് ഈ പൈസ കിട്ടുന്നു എന്നുള്ളതിന് പ്രൂഫൊക്കെ അവിടെയും മണി എക്സ്ചേഞ്ചുകൾ ഗൾഫിലുടനീളം അവർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും നമുക്ക് വ്യാജമായിട്ട് പലതും കൊണ്ടുവന്ന് അവരെ കളിപ്പിക്കാൻ പറ്റും. ഇപ്പം ഇറാനിയൻ ഓയിൽ വാങ്ങുന്ന പലരും ഇടപാടുകൾ നടത്തുന്നത് ഇത്തരം ബിനാമി കമ്പനികളിലൂടെയാണ്. ഇറാനുമായിട്ട് മറ്റു രീതിയിലുള്ള കച്ചവട ഇടപാടുകൾ നടത്തുന്ന പലരും ഈ ഫ്രണ്ടൽ കമ്പനികൾ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു വ്യാജ ബനാമി കമ്പനികൾ, ഇതൊക്കെ ഇവരുമായിട്ടുള്ള ഒരു ഇടപാടായിട്ടാണ് രേഖകളിൽ പലപ്പോഴും കാണുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധി ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കും. കാരണം ഇത്ര നാളും അവർക്ക് അമേരിക്കയുടെ ഉപരോധങ്ങളെ മറികടക്കാൻ ഈ ഷെൽ കമ്പനികൾ, അതുപോലെ പിന്നെ ഈ നോമിനി ഓണർഷിപ്പ്, അതുപോലെ ഈ പല കമ്മോഡിറ്റി എക്സ്ചേഞ്ചിലെയും ബ്രോക്കർമാര് യഥാർത്ഥത്തിൽ ഇറാന്റെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ആൾക്കാരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇവർക്കൊക്കെ പൂട്ട് വീഴാൻ തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും റവല്യൂഷണറി ഗാർഡ്സിന് അവരുടെ ഒരു വരുമാന സ്രോതസ് അടയുന്നു. സ്വാഭാവികമായിട്ടും അവർക്ക് ആയുധം വാങ്ങണമെങ്കിൽ, ഇനി എത്ര സൗഹൃദമുള്ള രാജ്യമായ റഷ്യയോ ചൈനയോ ഒക്കെ ആണെന്നിരിക്കട്ടെ, പക്ഷെ ആയുധം വാങ്ങണമെങ്കിൽ അവർക്ക് ഡോളറോ ഒരു പരിധി വരെയെങ്കിലും വേണം. ഇപ്പം ചൈനയ്ക്കാണെങ്കിൽ യുവാൻ മതി, പക്ഷേ റഷ്യക്ക് യുവാൻ പോരാ. അപ്പൊ ഇതൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ IRGCക്കും വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കും. ഇതൊക്കെ നോക്കുമ്പോൾ ഈ ഇറാൻ തന്നെ ഒരു തെറ്റായ നടപടികളിലൂടെ ഗൾഫിനെ അവർ വെറുപ്പിച്ചിരിക്കുകയാണ്. അവർ പലരും ചോദിക്കുന്നുണ്ടാവും, അമേരിക്കയുടെ പിന്നെ ഫോർവേഡ് ബേസസ് ഗൾഫിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അനുവദിക്കുകയും അങ്ങനെ ഇറാനെ അപായപ്പെടുത്താനായിട്ട് ഗൾഫ് രാജ്യങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നില്ലേ എന്നൊരു ചോദ്യം മലയാളികളായിട്ടുള്ള റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു മറുവശമുണ്ട്. ആ മറുവശം എന്ന് പറയുന്നത് ഇതേ ഗൾഫ് രാജ്യങ്ങൾ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഇറാന്റെ സമ്പദ്ഘടന ഇപ്പോഴും നിലനിൽക്കുന്നത്. അവരൊന്ന് പിടിമുറുക്കിയാൽ ഇറാന്റെ ഈ വ്യാജ കമ്പനികൾ പലതും അവിടെ അടച്ചുപൂട്ടും. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഈ ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഓഫ് ചെയ്തിട്ട് ഐഡന്റിറ്റി പൂർണ്ണമായിട്ടും മറച്ചു വെച്ചുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓയിൽ ടാങ്കറുകളൊക്കെ തന്നെ പിടിക്കാൻ തുടങ്ങിയാൽ, ഇപ്പൊ ഗൾഫിന്റെ നാവിക ശക്തി വർദ്ധിച്ചിട്ട് അവര് നേരിട്ട് പിടിക്കണ്ട, മറ്റു രാജ്യങ്ങളുമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം 6ഓളം ഇറാന്റെ ഷാഡോ ടാങ്കറുകൾ ഇന്ത്യ പിടിച്ചെടുത്തിരുന്നു.
പിന്നീട് ഇന്ത്യ ഇപ്പം പല പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഇന്ത്യയുടെ കപ്പലുകൾ ഹോർമൂസിൽ നിന്നും പിന്നെ ആക്രമിക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് കൊടുത്ത എന്താണെന്ന്. സംഭവത്തിന് വേറൊരു തലവും കൂടിയുണ്ട്. അതായത് അവിടെ നിന്ന് വരുന്ന കപ്പലുകൾ ഈ പറയുന്ന ഷാഡോ ടാങ്കറുകൾ ഇന്ത്യക്ക് കണ്ടുപിടിക്കുക. ഇന്ത്യൻ നേവിയുടെ ഫ്രിഗേറ്റുകളും ആധുനിക ഡിസ്ട്രോയറുകളും ഒക്കെ ഈ അറേബ്യൻ കടലിൽ പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കറിയാം ഇത് ഇറാന്റെ കപ്പലാണെന്ന്. അവർ പക്ഷെ കണ്ണടയ്ക്കുമായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ അത് പിടിച്ചെടുക്കാൻ തുടങ്ങി. പിടിച്ചെടുത്തപ്പോൾ ഒരു പരസ്പരമുള്ള ഒരു ധാരണ, അതായത് ഞാൻ പിടിച്ചെടുത്ത ഞങ്ങളുടെ കപ്പൽ തിരിച്ചു തരിക, പകരം നിങ്ങളുടെ കപ്പൽ ഹോർമൂസിലൂടെ ഞങ്ങൾ കടത്തിവിടാം. ഈ ഒരു ഇടപാടാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്നത്. എന്തായാലും ശരി, ഈ ഗൾഫിന്റെ കർശന നടപടികളും അതുപോലെ തന്നെ ബിനാമി ഇടപാടുകൾക്കെതിരെയുള്ള കർശന നിലപാടുമൊക്കെ വരും ദിവസങ്ങളിൽ ഇറാനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക സ്രോതസ്, അവരുടെ ലൈഫ് ലൈൻ മുറിക്കപ്പെട്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ നടപടികൾ കൂടുതൽ ശക്തമാവുകയും ഇറാന്റെ ബിനാമി കമ്പനികൾ, ഷെൽ കമ്പനികൾ മുഴുവൻ ടാർഗറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതുമൂലം ഗൾഫിലെ സമ്പദ്ഘടനയ്ക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സാരമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ അത് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, ഈ കമ്പനികൾ ഇനിയും ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ഗൾഫ് മാറും എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.